ആടുകളിൽ ദഹന പ്രശ്നങ്ങൾ, വിശപ്പില്ലായ്മ, ക്ഷീണം ഇവയുള്ളപ്പോൾ വിരമരുന്ന് നൽകരുത്. ഇനി വിര മൂലമുള്ള വിശപ്പില്ലായ്മയാണെങ്കിൽ പോലും അതിന് ലിവർ ടോണിക്കും പ്രോബയോട്ടിക് ഗുളികകളൊക്കെ നൽകി ആട് ആരോഗ്യത്തിലെത്തിയതിനു ശേഷം മാത്രമേ വിരമരുന്ന് നൽകാവൂ. അതല്ലെങ്കിൽ ആട് വീണ്ടും അമിതമായ ക്ഷീണത്തിലേക്ക് പോവുകയും ചിലപ്പോൾ അതിൽ നിന്നൊക്കെ റിക്കവറായി വരാനായിട്ട് ഒരുപാട് സമയമെടുക്കുകയും ചെയ്യും. ആടിൻ്റെ ഗർഭകാലം അത് 4 മാസം ചെന പൂർത്തിയാകുമ്പോൾ ടെറ്റനസിനെതിരായിട്ട് പ്രതിരോധം ചെയ്യാൻ TT ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്. ഈ TT ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുന്നോടിയായി ഒരാഴ്ച മുമ്പ് ആടുകളിൽ വിരയിളക്കൽ നടത്തേണ്ടത് ആവശ്യമാണ്. ഗർഭകാലത്ത് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാവുന്ന വിരമരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നൽകാം. ഇതുമൂലം ആടുകൾക്കും അതിൻ്റെ കുട്ടികൾക്കും വിരശല്യം കുറയുകയും പ്രസവശേഷം തള്ളയാടിന് പാലുൽപാദനം വർദ്ധിക്കുന്നതിനും ഇത് സഹായിക്കുന്ന ഒന്നാണ്. ആടിൻ്റെ ഗർഭകാലം 2 മാസത്തിന് മുൻപും 4 മാസത്തിന് ശേഷവും ആടുകളിൽ വിരയിളക്കൽ നടത്തരുത്. ഇനി ഇങ്ങനെ വിരയിളക്കൽ നടത്തേണ്ടതായിട്ടുള്ള അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചിട്ട് അദ്ദേഹം പറയുന്ന രീതിയിൽ വേണം ആടുകളിൽ വിരമരുന്നുകൾ നൽകാൻ. പ്രസവത്തിന് ശേഷം ആടിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ, ഇപ്പം മറുപിള്ള പോകാതിരിക്കുകയോ അല്ലെങ്കിൽ യൂട്രസിൽ പഴുപ്പ് വരികയോ അകിട് വീക്കം അല്ലെങ്കിൽ മടിനീരുണ്ടാവുക, പനി ഉണ്ടാവുക, ഇങ്ങനെയുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ആട് നല്ല ഹെൽത്തി ആണെങ്കിൽ ആടിനെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വിരയിളക്കൽ നടത്തണം. കാരണം ആടിൻ്റെ പാലുൽപാദനം 10 ദിവസത്തിന് ശേഷമാണ് തുടങ്ങുക. അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ ആടുകളിൽ വിരയിളക്കൽ നടത്തുന്നതാണ് ഉചിതം. ഞാൻ മുൻപ് പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങൾ ആടുകളിൽ ഉണ്ടെങ്കിൽ ഈ ആട് പ്രസവിച്ച് 30 ദിവസത്തിന് ശേഷം മാത്രമേ പിന്നീട് വിരയിളക്കൽ നടത്താവൂ. കാരണം ഞാൻ പറഞ്ഞ പോലെ ആടിൻ്റെ പാലുൽപാദനം ഇതിനിടയ്ക്ക് നിങ്ങൾ വിരയിളക്കൽ നടത്തിക്കഴിഞ്ഞാൽ വളരെയധികം കുറഞ്ഞു പോവുകയും പിന്നീട് തിരിച്ച് ആ പാലുൽപാദനത്തിലേക്ക് വരാൻ ഒരുപാട് സമയമെടുക്കുകയും ചെയ്യും. പക്ഷേ നിങ്ങൾ ആട്ടിൻ കുട്ടികളിൽ അത് ഒരു 15നും 21 ദിവസത്തിനും ഇടയ്ക്കായിട്ട് ആട്ടിൻകുട്ടികളിൽ കൃത്യമായിട്ട് വിരയിളക്കൽ നടത്തേണ്ടതുമാണ്. ആടുകളിൽ ശരീരത്തൂക്കം കണക്കാക്കി വിരയ്ക്കുള്ള മരുന്ന് നൽകുമ്പോൾ മരുന്നിൻ്റെ ഡോസ് കൂടുതലായിട്ട് നൽകേണ്ടി വരും. ഉദാഹരണത്തിന് ഒരാടിന് 6 ഗുളിക നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ മരുന്ന് നിങ്ങൾക്ക് പകുത്ത് നൽകാവുന്നതാണ്. ഇന്ന് 3 ഗുളികയും 12 മണിക്കൂറിന് ശേഷം അടുത്ത 3 ഗുളികയും എന്ന രീതിയിൽ ഈ മരുന്നിൻ്റെ ഡോസ് കൊടുക്കാം. നല്ല ആരോഗ്യമുള്ളൊരു മൃഗമാണെങ്കിൽ ഈ മരുന്നിൻ്റെ ഡോസ് ഒറ്റ പ്രാവശ്യമായിട്ട് കൊടുക്കുന്നതിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ അല്പം ക്ഷീണമുള്ള മൃഗങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ മരുന്ന് പകുത്ത് നൽകുന്നതായിരിക്കും നല്ലത്. പക്ഷേ കൊടുക്കുമ്പോൾ കൃത്യമായിട്ടും 12 മണിക്കൂർ ഇടവേളയിൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ മരുന്നിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ. ആടുകളിൽ വിരമരുന്നിൻ്റെ ഉപയോഗം എപ്പോൾ, എങ്ങനെ എന്നുള്ള 6 രീതികളാണ് ഇവിടെ വിശദീകരിച്ചത്. നിങ്ങൾ ആടുകളെ മേയാൻ വിട്ട് വളർത്തുന്ന രീതിയാണെങ്കിൽ 3 മാസത്തിലൊരിക്കലും, കൂട്ടിൽ നിർത്തി വളർത്തുന്ന രീതിയാണെങ്കിൽ 4 മാസത്തിലൊരിക്കലും വിരയിളക്കൽ നടത്തുക. ഒരേ മരുന്നുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. ആടുകളെ ചെന പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് വിരയിളക്കൽ നടത്തിയതിന് ശേഷം ക്രോസ് ചെയ്യിക്കുക. അതിനുശേഷം ആടിൻ്റെ പ്രസവം കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അടുത്ത വിരയിളക്കൽ നടത്തുക. കുട്ടികളെ 21 ദിവസത്തിനുള്ളിൽ ആദ്യ വിരയിളക്കലിന് ശേഷം 30 ദിവസം ഇടവേളയിൽ വീണ്ടും വിരയിളക്കൽ നടത്താം. ഒരു മൃഗത്തിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും പ്രത്യുൽപാദനത്തിനുമൊക്കെ ആടുകളിലെ ആന്തരിക പരാതങ്ങളുടെ നിർമ്മാർജ്ജനം സഹായിക്കുന്ന ഒന്നാണ്. ഇന്നത്തെ ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റു അറിവുമായി അടുത്ത വീഡിയോയിൽ. നന്ദി, നമസ്കാരം.